ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शवानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवे भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। योऽन्तः प्रविश्य मम वाचं मां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां। अन्यं च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं श्रुतो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनं तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवतस्वरूपम्। परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹരേ കൃഷ്ണ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ഭാഗവതം പ്രഥമ സ്കന്ധം 17-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. തം ജിഘാംസും അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാദ്ഭയ വിഹ്വലാം. തം ജിഘാംസും അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാദ്ഭയ വിഹ്വലാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. തം ജിഗാംസും അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗദ്ഭയ വിഹ്വല. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. രാജാവ് തന്നെ നിഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നറിഞ്ഞ കലിസത്വം ഭയവിഹ്വലനായി രാജാവിന്റെ കപടവേഷം ഉപേക്ഷിച്ച് ശിരസ് കുനിച്ച് പരീക്ഷിത് മഹാരാജാവിനെ പൂർണ്ണമായും കീഴടങ്ങി. ഹരേ കൃഷ്ണ പ്രഭുജി. Very good. Thank you, Mataji. When the personality of Kali understood that the king was willing to kill him, he at once abandoned the dress of a king and, under pressure of fear, completely surrendered to him, bowing his head. നമുക്കറിയാം, പരീക്ഷിത് മഹാരാജാവും ബുള്ളും തമ്മിലുള്ള സംവാദം നടന്നുകൊണ്ടിരിക്കുന്നു. ബുള്ള് ആരാണ് തൻ്റെ ഈ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. പല പെർസ്പെക്റ്റീവ്സും ആണ് പറയുന്നത്, പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല ഇന്ന ആളാണ് ചെയ്തെന്നുണ്ട്. പക്ഷേ പരീക്ഷിത് മഹാരാജാവിനും മനസ്സിലായി ബുള്ളിന്റെ 3 കാലുകളും ഒടിച്ചിട്ടുണ്ട്. ഒന്ന് അതും ബാക്കി അതും കൂടി ഷിവറിങ് ആണ്, ട്രെംബിളിങ് ആണ്. അതിനെ കൂടി നശിപ്പിക്കാനുള്ള ഇതിനാണ്. ഭഗവാനുള്ള സമയം വരെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? ഭഗവാനുള്ള സമയത്ത് ഇങ്ങനെ ഒരു അനീതിയും ഒന്നും സംഭവിക്കുന്നില്ല. ഭഗവാൻ ധാമിലേക്ക് പോയ അന്ന് കലിയുടെ ആ സിംറ്റംസ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി.
ഒരു കൃഷ്ണെ പാല് വേണോ മോനെ? കൃഷ്ണെ സ്വധാമ ഉപഗതി ഇച്ചിരി കാപ്പി കുടിക്കാൻ അല്ലെ? ഞാൻ രാവിലെ കൃഷ്ണെ സ്വധാമ ഉപഗതി. കൃഷ്ണൻ തന്റെ സ്വധാമത്തിലേക്ക് പോയ സമയത്ത് റിലീജിയോസിറ്റി എല്ലാം കൂടെ കൊണ്ടുപോയി. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ധർമ്മം ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്? അപ്പോ ഈ ഭാഗവതമാണ് ഭഗവാന്റെ പകരം ഉള്ളത്. സ്വയം ഭഗവാൻ തന്റെ ധാമത്തിലേക്ക് പോയി, പക്ഷെ ഭഗവാൻ നമുക്ക് ഭാഗവതം തന്നു വ്യാസമുനി മുഖേന. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവാൻ ഇല്ലെങ്കിലും ധർമ്മം നമുക്ക് പാലിക്കാൻ പറ്റും. എന്താണ് ധർമ്മം ഉള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കും. അപ്പോ ആ സമയം നോക്കി ഭഗവാന്റെ ആ തിരോധാനം സമയം നോക്കി കലി ഇവിടെ കയറി കൂടി നുഴഞ്ഞു കയറി. അപ്പൊ അതിന്റെ സിംറ്റംസ് അന്ന് മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് പരീക്ഷിത് മഹാരാജ് സാധാരണ രാജാവല്ല, നമ്മൾ പലതവണ പറഞ്ഞതാണ്. സെയിൻലി പേഴ്സണല് രാജഋഷിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും അത് ആ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പരിസ്ഥിതി കണ്ട ശേഷം അതായത് ബുള്ളും അതേപോലെ പശുവും ധർമ്മ ആൻഡ് എർത്ത് പൃഥ്വി ഇവ രണ്ടുപേരുടെയും സ്ഥിതി കണ്ടപ്പോൾ പരീക്ഷിത് മഹാരാജൻ അവരുടെ സംശയം അത് ശരിയാണ്. എന്താണ്? കലിയുടെ എൻട്രി ഇവിടെ നടന്നിട്ടുണ്ട്, കലിയുടെ പ്രസൻസ് ഇവിടെ കണ്ടു തുടങ്ങി. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നില്ല എന്താണ് കാരണം, ആരാണ് അതിന്റെ കാരണക്കാരൻ, അവർ പറഞ്ഞു കൊടുക്കുന്നില്ല. പല പെർസ്പെക്റ്റീവ്സിനും പറയാണ്. പക്ഷേ മനസ്സിലാക്കി കലി പേഴ്സണാലിറ്റിയെ കണ്ടു. പരീക്ഷിത് മഹാരാജുവിന് 1000 ആൾക്കാരെ സിംഗിൾ ഹാൻഡഡ്ലി ഒറ്റയ്ക്ക് തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഒരു കലിയൊന്നും പ്രശ്നമൊന്നുമല്ല. പക്ഷെ എന്താണ് കലി ഇവിടെ ചെയ്തത്? കലിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ സൂത്രത്തില് കീഴടങ്ങി പരീക്ഷിത് മഹാരാജുവിനെ ആശ്രയിച്ചു. ക്ഷത്രിയന്മാർക്ക് ഒരു ഗുണമുണ്ട്, ആരാണോ തന്നെ ആശ്രയിക്കുന്നത് അവരെ അവർ പരിപാലിക്കും, അവരെ സംരക്ഷിക്കും. അതാണ് ക്ഷത്രിയന്മാർക്കുള്ള ഗുണം. അപ്പൊ ഇവിടെ മനസ്സിലായി ഈ കലി ഒരു പേഴ്സണാലിറ്റിയാണ്. ഒരു രാജാവിന്റെ വേഷം, കപട വേഷം ധരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കപട വേഷം ധരിച്ചിട്ടുള്ള കലി, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കലിയുഗത്തിലെ എല്ലാ ലീഡേഴ്സും എല്ലാ അധികാരികളും കപടന്മാരായിരിക്കും. കാരണം കലിയുഗത്തിന്റെ 2 പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? കലഹവും കാപട്യവും. അപ്പൊ കപട വേഷധാരിയായിട്ടുള്ള ആ കലിയെ കൊല്ലാൻ മുതിർന്നപ്പോ ഉടനെ വളരെ സൂത്രത്തില് ക്ഷത്രിയന്റെ കാലിൽ വീണു, പാദത്തിൽ നമസ്കരിച്ചു, എന്നെ രക്ഷിക്കണം എന്നായി. തന്റെ ആ രാജാവിന്റെ വേഷമൊക്കെ ഊരിക്കളഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കലിക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോ ഇവിടെ പണിഷ്മെന്റും അതുകൊണ്ട് ചോദിച്ചു, സൂത ഗോസ്വാമിയുടെ ശൗനകാദി ഋഷികൾ ചോദിച്ചു, എന്തുകൊണ്ട് വെറും ശിക്ഷ മാത്രമേ കൊടുത്തുള്ളൂ, എന്തുകൊണ്ട് വധിച്ചില്ല? വധിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അവിടെ സറണ്ടർ ചെയ്തു. ആശ്രയം. എന്താണ് ക്ഷത്രിയ എന്നുള്ള വാക്കിന്റെ വേർഡ് തന്നെ ക്ഷാത ത്രായതേ ഇതി ക്ഷത്രിയ. ക്ഷതത്തിനെ തരണം ചെയ്യാൻ ആരാണ് സഹായിക്കുന്നത്? അവരെ ക്ഷത്രിയ. അപ്പൊ ആ ക്ഷത്രിയന്റെ ധർമ്മമാണ് ഇവിടെ കലിയെ സംരക്ഷിക്കാനുള്ളത്. കാരണം അവിടെ ആശ്രയിച്ചു, അവിടെ ഷെൽട്ടർ എടുത്തു. പരീക്ഷിത് മഹാരാജ് ക്ഷത്രിയനാണ്. അപ്പൊ ആര് ഒരു ക്ഷത്രിയനെ ശരണം പ്രാപിക്കുന്നു അവരെ സംരക്ഷിക്കും. അതാണ് ക്ഷത്രിയൻ. അതേപോലെ തന്നെ ഏതെങ്കിലും പാവങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ വധിക്കും, അവരെ നശിപ്പിക്കുകയും ചെയ്യും. അതാണ് ക്ഷത്രിയൻ അല്ലെ? അപ്പോൾ ക്ഷത്രിയന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എന്താണ് 18ാമത്തെ അധ്യായം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇവരുടെയൊക്കെ ഗുണങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? 1843 പറയുന്നത് ശൗര്യം തേജോ ധൃതിർ ദാക്ഷ്യം യുദ്ധേ ചാപി അപലായനം ദാനം ഈശ്വര ഭാവസ്യ ക്ഷാത്രം കർമ്മ സ്വഭാവം. എന്താണ് ക്ഷത്രിയന്മാരുടെ സ്വഭാവം എന്നാണ് പറയുന്നത്? ശൗര്യം, ഹീറോയിക് ആക്ട്സ്, ഹീറോയിസം. തേജോ, പവർ, ശക്തി. ധൃതി, ഡിറ്റർമിനേഷൻ. പിന്നെ ദാക്ഷ്യം, റിസോഴ്സ്ഫുൾനെസ്. യുദ്ധേ ചാപ്പി അപലായനം, യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും ഭീരുക്കളെ പോലെ അവർ ഓടി ഒളിക്കില്ല. അവര് ജീവൻ പണയം വയ്ക്കും, പക്ഷെ യുദ്ധകളത്തിൽ നിന്ന് ഓടി ഒളിക്കില്ലേ, മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ക്ഷത്രിയന്മാര്.
പിന്നെ ദാനം, ജനറോസിറ്റിയാണ്, ദാനം കൊടുക്കും. ഈശ്വര ഭാവശ്ച, ലീഡേഴ്സ് ക്വാളിറ്റി. ഈശ്വര എന്ന് പറഞ്ഞാൽ കൺട്രോൾ, നമ്മുടെ പരമേശ്വരനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈശ്വരഭാവം ഉണ്ടായിരിക്കും. അതായത് താൻ ലീഡറാണ്, താൻ കൺട്രോളറാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ധർമ്മങ്ങളെല്ലാം, നീതികളെല്ലാം പരിപാലിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പറയുന്നില്ലേ, അതായത് ഏതൊരു വ്യക്തിയാണോ നീതി ന്യായത്തിൽ വിശ്വസിക്കുന്നത്, നല്ല ജാൻ ജായെ പർ വചൻ ന ജായെ, അതായത് നമ്മുടെ ജീവൻ പോയാലും ശരി നമ്മളുടെ വാക്ക് നമ്മൾ പാഴാക്കില്ല, എന്താണോ പറഞ്ഞത് അത് പാലിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ക്ഷത്രിയന്മാര്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ വന്നിരിക്കുന്ന കലി പേഴ്സണാലിറ്റി ക്ഷത്രിയന്റെ വേഷത്തിനാണെങ്കിലും കൂടിയിട്ട് ക്ഷത്രിയനല്ല. അത് മനസ്സിലായി, ഒരു കപട വേഷധാരിയാണ്. അപ്പോൾ രാജാവ് ഇത് മനസ്സിലാക്കി ഉടനെ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ഉടനെ അവിടെ ആശ്രമം പ്രാപിച്ചു. അണ്ടർ പ്രഷർ ഓഫ് ഫിയർ കംപ്ലീറ്റ്ലി സറണ്ടർ ടു ഹിം, ബൗയിങ് ഹിസ് ഹെഡ്. തൻ്റെ തല കുനിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് അഭയം പ്രാപിച്ചു. പേടികൊണ്ട്, തന്നെ വധിക്കുമെന്നുള്ള പേടികൊണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. So the royal dress of the personality of Kali is artificial. The royal dress is suitable for a king or kshatriya, but when a lower class man artificially dresses himself as a king, his real identity is disclosed by the challenge of a bona fide kshatriya like Maharaja Parikshit. ഇത് ഇമ്പോസ്റ്റർ ആണ്, ക്ഷത്രിയനല്ല, രാജാവല്ല. ആ രാജാവിന്റെ വേഷത്തിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും താക്കീത് എന്താണ്? താക്കീത് വാണിങ്. കലിയുഗത്തില് ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും കൂടുതൽ. ശരിക്കുള്ള ക്ഷത്രിയന്മാർ, ശരിക്കുള്ള ലീഡേഴ്സ് സൊസൈറ്റിയിൽ കാണാൻ സാധിക്കില്ല. അന്നത്തെ കാലത്ത് ക്ഷത്രിയന്മാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. ഒരു 5 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെയെങ്കിലും അവർക്ക് ക്ഷത്രിയന്മാർക്ക് ട്രെയിനിങ് കൊടുക്കും. എങ്ങനെ രാജഭരണം കാഴ്ചവെക്കേണ്ടത്, എങ്ങനെ ഒരു നല്ലൊരു ലീഡർ ആവേണ്ടത്, എന്താണ് നീതി ന്യായങ്ങൾ, ഇതെല്ലാം അവർക്ക് ട്രെയിനിങ് ശരിക്കും കൊടുക്കും. നല്ലൊരു ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ ആൾക്കാർക്ക് അങ്ങനെ വല്ല ട്രെയിനിങ് ഉണ്ടോ? ആർക്കും വേണമെങ്കിൽ ലീഡർ ആവാം, ആർക്കും വേണമെങ്കിൽ മിനിസ്റ്റർ ആവാം. എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? വാസ്ത, ഇൻഫ്ലുവൻസ്, പിന്നെ കയ്യൊക്കെയുള്ള ഗുണ്ടായിസം, സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, ഫിലിം പേഴ്സണാലിറ്റീസ്. ഈ പൊളിറ്റിക്സ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും അവരുടെ വാക്ചാതുര്യങ്ങളെ കൊണ്ടും ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നു. അവർക്കറിയില്ല, അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലില്ല. നമുക്കറിയാം, യുധിഷ്ഠിര മഹാരാജാവിന് രാജ്യം ഭരിക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് പറഞ്ഞു കൊടുത്ത ആരാണ് പറഞ്ഞു കൊടുത്തത്? അല്ലേ? ഭീഷ്മര് അതിൽ നിപുണനാണ്. വ്യാസദേവൻ പറഞ്ഞു കൊടുത്തു, പറഞ്ഞ് മനസ്സാക്കി കൊടുത്തു. യുധിഷ്ഠിര മഹാരാജാവിന് ഒരു വിഷമമുണ്ടായിരുന്നു. താൻ കാരണം എത്രയോ കോടാനുകോടി മനുഷ്യര് മരിച്ചു യുദ്ധത്തിൽ, ഞാനാണ് അതിന്റെ കാരണക്കാരൻ എന്നുള്ള ഒരു സഹതാപം, ഒരു സങ്കടം, ഒരു ദുഃഖമുണ്ടായിരുന്നു. വ്യാസദേവൻ, ധൗമ്യൻ, കൃഷ്ണൻ, ഇവരെല്ലാവരും പറഞ്ഞു കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വ്യസനം, ദുഃഖം മാറിയില്ല. പക്ഷെ അതിന് നിയോഗിച്ചത് ഭഗവാൻ കൃഷ്ണൻ ആരായിരുന്നു? ഭീഷ്മദേവന്. അപ്പൊ ഭീഷ്മദേവൻ ഒരുപാട് ദിവസം യുധിഷ്ഠിര മഹാരാജാവിന് ഇതിന്റെ ആ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ്, രാജ്യം ഭരിക്കേണ്ടത്, നല്ല രാജാവായിട്ട് എങ്ങനെ വാഴണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാ ക്ഷത്രിയന്മാർക്കും ആ ഒരു ബേസിക് ട്രെയിനിങ്സ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ട്രെയിനിങ്ങും ഇല്ല, ഒരു പ്രീ റിക്വസിറ്റ്സും ഒരു ക്രൈറ്റീരിയയും ഇല്ല. ആർക്കും വേണമെങ്കിൽ ആവാം. എന്താണ്? അതിനുള്ള വാക്ചാതുര്യം വേണം, അതിനുള്ള സൊസൈറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസ് വേണം, ഇത്രയേ ഉള്ളൂ. വേറെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല. ആർക്കും വേണമെങ്കിൽ മിനിസ്റ്റർ ആവാം, അല്ലേ? ഒരു വ്യവസ്ഥയില്ല. മിനിമം ക്വാളിഫിക്കേഷൻ എത്ര വേണം, ഇന്ന ട്രെയിനിങ് വേണം, യാതൊന്നുമില്ല. ബാക്കി എല്ലാത്തിനും വേണം. നമ്മൾ ഡോക്ടർ ആവണമെങ്കിൽ അതിന് മിനിമം ക്രൈറ്റീരിയ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ചോദിക്കും. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ചോദിക്കും, അല്ലേ? അങ്ങനെ ഏത് ഫീൽഡിലാണെങ്കിലും അതിൻ്റെ റെസ്പെക്റ്റീവ് ക്വാളിഫിക്കേഷനും അതിൻ്റെ റെസ്പെക്റ്റീവ് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ജോലി കിട്ടുള്ളൂ. പക്ഷെ പൊളിറ്റീഷ്യൻ ആവാൻ, ഒരു മിനിസ്റ്റർ ആവണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട. അതാണ് നമ്മുടെ നാട്ടിലത്തെ, അതാണ് കലിയുഗത്തിന്റെ ഒരു സ്വഭാവം. ആർക്ക് വേണമെങ്കിൽ റോയൽ ഡ്രസ് ഇടാം, അതിനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, ഒന്നും ഇവിടെ അത് ബാധകമില്ല. അതാണ് പറയുന്നത്,
His real identity is disclosed by the challenge of a bona fide ക്ഷത്രിയ. ശരിക്കുള്ള ഒരു ക്ഷത്രിയൻ ചലഞ്ച് ചെയ്തപ്പോ അപ്പൊ ശരിക്കുള്ള ഐഡന്റിറ്റി അവിടെ വെളിച്ചത്ത് വന്നു. അപ്പൊ മനസ്സിലായി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ കപട വേഷം ധരിച്ചിട്ട് എനിക്ക് മറ്റുള്ളവരെ, എസ്പെഷ്യലി നല്ലൊരു ക്ഷത്രിയനെ ഫൂളാക്കാൻ പറ്റില്ല, വിഡ്ഢിയാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ തൻ്റെ ആ വസ്ത്രം, ക്ഷത്രിയന്റെ വേഷമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഉടനെ തന്നെ ക്ഷത്രിയനായിട്ടുള്ള രാജാവായിട്ടുള്ള രാജഋഷിയായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിനെ ശരണം പ്രാപിക്കുകയാണ് ചെയ്തത്. സോ എ റിയൽ ക്ഷത്രിയൻ നെവർ സറണ്ടേഴ്സ്. ഒരു ശരിക്കുള്ള ക്ഷത്രിയൻ ഒരിക്കലും സറണ്ടർ ചെയ്യില്ല മറ്റുള്ളവർക്ക്. ജീവൻ പോയാലും ശരി അവര് യുദ്ധം ചെയ്യും, ജീവൻ പോയാലും കുഴപ്പമില്ല, അവർ യുദ്ധം ചെയ്യും. അതാണ് ശരിക്കുള്ള ക്ഷത്രിയന്മാര് ചെയ്യുക. He accepts the challenge of his rival ക്ഷത്രിയ and he fights either to die or to win. ഒന്നല്ലെങ്കിൽ അവര് യുദ്ധത്തിൽ ജയിക്കും, അല്ലെങ്കിൽ മരിക്കും. എന്തായാലും രണ്ടും അവർക്ക് മാർട്ടിടമാണ്. രണ്ടിലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. മരിച്ചു പോയാലും അവർക്ക് സ്വർഗം കിട്ടും, ജയിച്ചാൽ അവർക്ക് രാജ്യഭരണം കിട്ടും. രണ്ടിലും അവർ സന്തോഷം. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് അർജുനനോട്. രണ്ടായാലും ജയിച്ചാലും തോറ്റാലും രണ്ടും ജയമാണ്. എന്താ രണ്ടും ജയം കാണിച്ചാൽ, ജയിച്ചാൽ നമുക്ക് രാജ്യഭരണം, രാജാവാം, മരിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. രണ്ടുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അർജുന, ധൈര്യമായിട്ട് യുദ്ധം ചെയ്യാനാണ് പറയുന്നത് ഭഗവാൻ, അല്ലേ? സോ സറണ്ടർ ഈസ് അൺനോൺ ടു എ റിയൽ ക്ഷത്രിയ. ഒരിക്കലും സറണ്ടർ ചെയ്യില്ല ശരിക്കുള്ള റിയൽ. അതാണ് ക്ഷത്രിയ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. ശരിക്കുള്ള ക്ഷത്രിയൻ മറ്റുള്ള ഒരാൾക്ക് സറണ്ടർ ചെയ്യില്ല. അത് അവർക്ക് വളരെ വളരെ ഇൻസൾട്ടാണ്, വേഴ്സ് ദാൻ ഡെത്ത് എന്ന് പറയുന്നത്. ഭഗവാൻ ഭഗവത്ഗീത പറയുന്നില്ലേ, ഒരാൾക്ക് സറണ്ടർ ചെയ്യുക, അവരെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേഴ്സ് ദാൻ ഡെത്ത് ആണ്. അവിടെ ചലഞ്ച് അവർ സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ ചൂതുകളിയിൽ ധർമ്മരാജാവ് അതിൽ ഓക്കെ എന്ന് പറഞ്ഞത്. പല ആൾക്കാർക്കും, എസ്പെഷ്യലി മറ്റുള്ളവർക്കൊക്കെ അതിൽ ഇതുണ്ടായിരുന്നു. ഒരു ക്ഷത്രിയനെ ചലഞ്ച് ചെയ്യാണ് ചൂതുകളിക്ക്. അപ്പൊ അതിനെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ക്ഷത്രിയ സ്പിരിറ്റാണ്. അപ്പൊ അതിനെ ശരിക്കും മുതലെടുത്തു ആരെ? ദുര്യോധനനും ശകുനിയും ഇവരെല്ലാവരും കൂടിയിട്ട്. അങ്ങനെയാണ് അതിൽ ആ ചൂതുകളിയിൽ അവരെ തോൽപ്പിക്കാനും, അത് ഒരു കപടമായിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു പ്ലോട്ടായിരുന്നു. സോ ഇൻ ദ ഏജ് ഓഫ് കലി there are so many pretenders dress and pose like administrators or executive heads, but their real identity is disclosed when they are challenged by a real kshatriya. കലിയുഗത്തില് അങ്ങനെ ഒരുപാട് ഇമ്പോസ്റ്റേഴ്സ് കാണാം. ക്ഷത്രിയന്റെ വേഷത്തില് എക്സിക്യൂട്ടീവ് ഹെഡ്സിന്റെ ആ ഡ്രസ് അണിഞ്ഞിട്ട്. അത് ഇതിൽ മാത്രമല്ല, അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, പൊളിറ്റിക്സിൽ മാത്രമല്ല, ഏത് ഫീൽഡിൽ നമുക്ക് കാണും. ഇമ്പോസ്റ്റേഴ്സ് കാണാം. ഡോക്ടറിൽ കാണാം, ഡോക്ടേഴ്സിൽ കാണാം. ഒരുപാട് ചതിക്കുന്ന ആൾക്കാരുണ്ട്, ശരിക്കുള്ള ഡിഗ്രി എക്സ്പീരിയൻസ് ഒന്നുമില്ല. എൻജിനീയേഴ്സിൽ കാണാം. ഏത് ഇതിലെടുത്താലും ഒരുപാട് ഫേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. പൈസ കൊടുത്താൽ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ ചതിക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് മേടിച്ച യാതൊരു ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ജോലി കയറുന്നു. പിന്നീട് ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എല്ലാ ഫീൽഡിലും വെറും ചതി, വഞ്ചന, കാപ്പട്യം ഇത് മാത്രമേ കാണൂ. ഇവർ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, ഏത് ഫീൽഡ് നോക്കിയാലും ഇവിടെ ചതിയാണ്. കാരണം പ്രഭുപാദ പറയുന്നുണ്ട്, കലിയുഗത്തിൽ 2 ടൈപ്പുള്ള ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ചീറ്റേഴ്സ്, വഞ്ചിക്കുന്ന ആൾക്കാർ. ഒന്ന് ചീറ്റേഴ്സ് ആൻഡ് ചീറ്റഡ്, വഞ്ചിക്കുന്ന ആൾക്കാരും വഞ്ചിക്കപ്പെടുന്ന ആൾക്കാരും. ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ളതെന്ന് പറയും. അത് കലിയുഗത്തിന്റെ ഒരു വൈഭവം തന്നെയാണ്. ഒരാളെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ആ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത പല സാഹചര്യം, എസ്പെഷ്യലി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ബുള്ളിന്റെ 3 കാലിനും പോയി അല്ലെ, സത്യം, തപ, ശൗചം, ദയ. അതിൽ സത്യം മാത്രമാണ് കുറച്ച് നിലവിലുള്ളൂ. ആ സത്യത്തിന്റെ കെയർ ഓഫിൽ പല കാര്യങ്ങളും, പല ഡീലിങ്സും നമ്മളെ വിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതും എന്താണ്, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. എത്ര കാലം ഇത് പോകുന്നു പറയാൻ പറ്റില്ല. ഒരു കാലിലാണ് ആ ബുള്ള് നിൽക്കുന്നത്.
So therefore, when the artificially dressed personality of Kali, so that the fight Maharaja Parikshit was beyond his ability, he bowed down his head like a subordinate and gave up his royal dress. അങ്ങനെ ആർട്ടിഫിഷ്യലി ഡ്രസ് ചെയ്തിട്ടുള്ള കലി പേഴ്സണാലിറ്റിയെ മഹാരാജ വധിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ സറണ്ടർ ചെയ്തു. വേറെ വഴിയില്ല അല്ലേ? ആ കാപ്പട്ടിയും അവിടെ പുറത്തായി, വെളിച്ചത്ത് വന്നു. അവർ ഒറ്റ വഴിയുള്ളൂ, സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്താൽ എസ്പെഷ്യലി ഒരു നല്ല ക്ഷത്രിയനാണെങ്കിൽ, റിയൽ ക്ഷത്രിയനാണെങ്കിൽ അവർ സംരക്ഷിക്കുകയും ചെയ്യും. അതാണ് അവിടെ ചെയ്യുന്നത്. artificially dressed personality of Kali, so that to fight Maharaja Parikshit was beyond his ability. പരീക്ഷിത് മഹാരാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ജയിക്കാൻ ഒരു കപട വേഷധാരിയായിട്ടുള്ള ഒരു ക്ഷത്രിയന് പറ്റില്ല. ക്ഷത്രിയന്റെ ഡ്രസ്സിന് മാത്രമേ ഉള്ളൂ ക്ഷത്രിയൻ, പക്ഷേ ക്ഷത്രിയനല്ല. അതാണ് പറയുന്നത്, ലൈക്ക് എ സബോർഡിനേറ്റ് ആൻഡ് ഗേവ് അപ്പ് ഹിസ് റോയൽറ്റി. അപ്പോൾ ഈ കലി പേഴ്സണാലിറ്റി ഇതും ഭഗവാന്റെ ഇച്ഛപ്രകാരം വരുന്നതാണ്. നമ്മൾക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലേ? ഫയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇതിനൊക്കെ ഓരോ ദേവി ദേവതന്മാരുണ്ട്. എഡ്യൂക്കേഷൻ, അല്ലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, എല്ലാത്തിനും ഓരോ പ്രിസൈഡിങ് ഡേറ്റീസ് ഉണ്ട്. അതേപോലെ ഈ കലി പേഴ്സണാലിറ്റിയാണ് ഒരു ഡെമിഗോഡ്, ആ ഒരു പൊസിഷൻ അല്ലെങ്കിലും കൂടിയിട്ട് ഇതും ഭഗവാന്റെ ഇച്ഛയാണ്. ഈസ് ആൾസോ പേഴ്സണാലിറ്റി. കാരണം കലിയുഗത്തിലെ ആൾക്കാരെ ഭ്രമിപ്പിക്കാനുള്ള ഒരാളാണ്. അവരെ ഭഗവാനിലേക്ക് പോകാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും കലി അട്രാക്ട് ചെയ്യും. ഭഗവാനോട് ഇൻക്ലിനേഷൻ ഇല്ലാത്ത, ഭക്തിയിൽ ഇൻക്ലിനേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് എന്തിലായിരിക്കും രുചി? ഭൗതിക സുഖത്തില്, അല്ലേ? അതും ഏത് ഗുണത്തില്? തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള കാര്യങ്ങളുണ്ടായിരിക്കും എല്ലാവരും. അപ്പൊ തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത് ആരായിരിക്കും? തീർച്ചയായിട്ടും ആ കലി പേഴ്സണാലിറ്റി അവിടെ വാഴും. അപ്പൊ എവിടെ, അതുകൊണ്ടാണ് 4 സ്ഥലത്ത്, പ്രധാനപ്പെട്ട 4 സ്ഥലത്ത് കലിക്ക് വാഴാൻ പരീക്ഷമാരെ സമ്മതിച്ചു. അതും പോരാഞ്ഞിട്ട് 5ാമത്തെ സ്ഥലം കൂടി കൊടുത്തു. എവിടെ ധനം, എവിടെ സ്വർണമുണ്ടോ. അപ്പോ കലി വന്നതും ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ്. അല്ലാതെ ഭഗവാന്റെ ഇച്ഛപ്രകാരം അല്ലാതെ ഒരാളും ഇവിടെ വരില്ല. സോ ടെക്സ്റ്റ് 30. പതിതം പാദയോർ വീര കൃപയാദീന വത്സലാം ശരണ്യോ നവധി ശ്ലോക്യ ആഹാചേദം ഹസൻ ഇവാം. പതിതം പാദയോർ വീര കൃപയാദീന വത്സലാം ശരണ്യോ നവധി ശ്ലോക്യ മഹാചേദം ഹസൻ ഇവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അയച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പതിതം പാദയോർ വീര കൃപയാദീന വത്സലാഹ ശരണ്യോ നാവതീത് ശ്ലോക്യ ആഹാചേദം ഹസന്യവ. ഹരേ കൃഷ്ണ. ശിലപ്രഭാത് ജയ്. വിവർത്തനം. അഭയം പ്രാപിച്ചവരെ സ്വീകരിക്കാൻ തക്ക യോഗ്യതയുള്ളവനും മാപ്പ് നൽകാൻ അർഹതയുള്ളവനും ചരിത്രത്തിൽ പ്രകീർത്തിക്കപ്പെടാൻ തക്ക മൂല്യമുള്ളവനുമായ പരീക്ഷിത് മഹാരാജാവ് പാവങ്ങളോട് അത്യന്തം ദയയുള്ളവനാകയാൽ അധം പതിച്ചവനും ശരണം പ്രാപിച്ചവനുമായ കലിയെ വധിക്കാതെ അനുകമ്പാപൂർവം മന്ദഹസിച്ചു. ഹരേ കൃഷ്ണ. Maharaja Parikshit, who was qualified to accept surrender and worthy of being sung in history, did not kill the poor surrendered and fallen Kali, but smiled compassionately, for he was kind to the poor. Parikshit Maharajaവ് നല്ലൊരു ക്ഷത്രിയനായതുകൊണ്ട് ഉടനെ ആ സറണ്ടർ ചെയ്തിട്ടുള്ള കലി പേഴ്സണാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തു. ഒന്നില്ല, വധിച്ചില്ല. കാരണം ധർമ്മരാജാവിനെ പോലെ തന്നെ കിങ് ഭരതനെ പോലെ, ധർമ്മരാജാവിനെ പോലെ, അതായത് യുധിഷ്ഠിര മഹാരാജനെ പോലെ അത്തേ ക്വാളിറ്റിയുള്ള ഒരു രാജാവാണ് പരീക്ഷിത് മഹാരാജാവ് ജനിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസിനെ പറ്റി വർണ്ണിക്കുന്നുണ്ട് അല്ലെ? ആസ്ട്രോളജർ ജാതകം, ഹോറോസ്കോപ്പ് ഒക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ ശിശു പരീക്ഷിത്ത് എങ്ങനെയുള്ള ഒരു ലീഡർ ആയിരിക്കും, എങ്ങനെയുള്ള ഒരു രാജാവായിരിക്കും.
അപ്പോൾ തൻ്റെ പൂർവികരെ കമ്പയർ ചെയ്തിട്ടുള്ള ഓരോ പ്രശംസ, ഓരോ കീർത്തി പരീക്ഷിത് മഹാരാജന്റെ പറയുന്നുണ്ട്. അപ്പോ അങ്ങയുടെ ആ കീർത്തി ചരിത്രം അതിങ്ങനെ പാടി പുകഴ്ത്തും. ചരിത്രത്തിന്റെ താളുകളിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ കീർത്തി ഉണ്ടായിരിക്കും. സാധാരണ വ്യക്തിയല്ല. എങ്ങനെ ഭരത് മഹാരാജാവ്, ശ്രീരാമചന്ദ്ര ഭഗവാൻ, യുധിഷ്ഠിര മഹാരാജാവ്, ജനക മഹാരാജാവ്, അങ്ങനെയുള്ള എല്ലാ വളരെ വളരെ പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാരുടെ ആ ലിസ്റ്റിൽ പരീക്ഷിത് മഹാരാജാവിന്റെ പേരും ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആ രാജാവ് എന്ത് ചെയ്തു? ഡിഡ് നോട്ട് കിൽ ദ പുവർ സറണ്ടേർഡ് ആൻഡ് ഫോളൻ കലി. പുവർ സറണ്ടേർഡ് ആൻഡ് ഫോളൻ, പുവർ ആണ്. പക്ഷെ ആ പുവറായിട്ടുള്ള കലിയാണ് വേഷം മാറിയിട്ട് രാജാവിന്റെ വേഷത്തിൽ വന്ന് ഈ പശുവിനെയും കാളയും ഉപദ്രവിച്ചത്. ബട്ട് സ്മൈൽ കമ്പാഷനേറ്റ്ലി, അതുകൊണ്ട് ചിരിച്ചു. ആര്? പരീക്ഷിക്കുന്നത്. ഫോർ ഹി വാസ് കൈൻഡ് ടു ദ പോർ. പാവങ്ങൾക്ക് വളരെ ദയാലുവായിരുന്നു. പക്ഷെ ഇവിടെ കലി പാവമാണോ? സറണ്ടർ ചെയ്തുകൊണ്ട് പാവം, അല്ലെങ്കിൽ പാവമല്ല. അതായത് തൻ്റെ തെറ്റ് സമ്മതിച്ചു, ക്ഷമ യാചിക്കുകയാണ്. എനിക്ക് ശരണം തരണം, എനിക്ക് ആശ്രയം തരണം എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഷെൽട്ടർ കൊടുക്കാൻ, പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരായി. അതുകൊണ്ട് പറയുന്നത് ഫോർ ഹി വാസ് കൈൻഡ് ടു ദ പുവർ. സോ ഈവൻ an ordinary ക്ഷത്രിയ does not kill a surrendered person, and what to speak of Maharaja Parikshit was by nature compassionate and kind to the poor. He was smiling because the artificially dressed Kali had disclosed his identity as a lower class man, and he was thinking how ironic it was that although no one was saved from his sharp sword when he decided to kill, the poor lower class Kali was spared by his timely surrender. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പ്രഭുപാദ പർപ്പോട്ടില്. എന്താണ്? കലി ലോവർ ക്ലാസ്. എന്താണ് ലോവർ ക്ലാസ് പറഞ്ഞാൽ? നമ്മുടെ ഇന്നത്തെ കാലത്ത് ആ ജാതി വ്യവസ്ഥയുടെ കാര്യമല്ല അവിടെ പറയുന്നത്. ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോവർ ക്ലാസ് പറയുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഒരു ശൂദ്ര ക്വാളിറ്റിയാണ്. ശൂദ്രൻ ഏത് ഗുണത്തിലായിരിക്കും? ശൂദ്രൻ ഏത് ഗുണത്തിലാണ്? താമോ ഗുണത്തില്. അപ്പൊ ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത്. ആണ് ഇപ്പോൾ ലോവർ ക്ലാസ്സുകളിൽ. പക്ഷേ ആക്ട് ചെയ്തത് ആരായിട്ടാണ്? ക്ഷത്രിയന്റെ. ക്ഷത്രിയൻ ഏത് ഗുണത്തിലാണ്? രജോ ഗുണം. അതെ, രജോ ഗുണത്തിലുള്ള ഒരു ക്ഷത്രിയന്റെ ക്വാളിറ്റിയാണ് അവിടെ എക്സിബിറ്റ് ചെയ്തത് ആ വേഷവിധാനങ്ങളിൽ. പക്ഷെ ഉള്ളിലെന്താണ്? ശൂദ്രനാണ്, തമോ ഗുണത്തിലാണ്. അപ്പോൾ ആ തമോ ഗുണത്തിലുള്ള പക്ഷേ ക്ഷത്രിയന്റെ ഗുണം എക്സിബിറ്റ് ചെയ്യുന്ന, പ്രദർശിപ്പിക്കുന്ന ആ കലി പേഴ്സണാലിറ്റിയെ പരീക്ഷിത് മഹാരാജ് സ്പയർ ചെയ്തു. കാരണം ടൈംലി സറണ്ടർ, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ സൂത്രം, ആ ബുദ്ധി അവിടെ വർക്ക് ചെയ്തുകൊണ്ട്. അല്ല, അവിടെ ആർഗ്യൂ ചെയ്യാൻ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? കഴുത്തിന്റെ മീതെ തല കാണില്ല, അല്ലേ? അപ്പൊ കലിയും സാധാരണ ഒരു തമോകൂട്ടത്തിലാണെങ്കിലും കൂടിയിട്ട് സൂത്രധാരിയാണ്. സൂത്രം നന്നായിട്ട് അറിയാം, എങ്ങനെ പഴയ്ക്കാം എന്ന് നന്നായിട്ട് അറിയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ സ്പെയർഡ് ബൈ ടൈംലി സറണ്ടർ, ആ സമയത്ത് തന്നെ അവിടെ ശരണം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ അവിടെ രക്ഷിക്കപ്പെട്ടു. മഹാരാജ പരീക്ഷിത് ഗ്ലോറി ആൻഡ് കൈൻഡ്നെസ് ആർ ദെയർ ഫോർ സങ് ഇൻ ഹിസ്റ്ററി. അതുകൊണ്ടാണ് അങ്ങനെ ആരാണോ ശരണം പ്രാപിക്കുന്നത് അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ക്ഷത്രിയന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കീർത്തി എപ്പോഴും ചരിത്രത്തിൽ എല്ലാവരും പുകഴ്ത്തും. അദ്ദേഹത്തിന്റെ ഈ ഇങ്ങനത്തെ ഒരു കമ്പാഷൻ, പാവങ്ങളുടെ കമ്പാഷൻ. He was kind and compassionate emperor, fully worthy of accepting surrender even from his enemy. Thus the personality of Kali was saved by the will of God. ഭഗവാന്റെ ഇച്ഛപ്രകാരം, ഭഗവാന്റെ ആഗ്രഹപ്രകാരം അങ്ങനെ കലി പേഴ്സണാലിറ്റി രക്ഷിക്കപ്പെട്ടു. അതും പരീക്ഷിത് മഹാരാജാവിന്റെ കമ്പാഷൻ നേച്ചർ കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്ഷത്രിയന്റെ ക്വാളിറ്റിയാണ് ഇവിടെ കാണുന്നത്.
Text 31. Rajovaच न ते गुडाकेश यशोधराणां बुद्धाञ्जलेर्वाय भयम् अस्ति किञ्चित् न वर्तितव्यं भवता कदाञ्चन क्षेत्रे मदीये त्वमधर्मबन्धुः राजोवाच न ते गुडाकेश यशोधराणां बन्धाञ्जलेर्वै भयम् अस्ति किञ्चित् न वर्तितव्यं भवता कदाञ्चन क्षेत्रे मदीये त्वमधर्मबन्धुः. हरे कृष्णा. कृष्ण माइक. ഞാൻ വായിച്ചോട്ടെ പ്രഭുജി? യെസ് മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജോവാച നാതേ ഗുഡാകേശയശോധരാണാം ബന്ധാഞ്ജലിർവൈ ഭയം അസ്തി കിഞ്ചിത് ന വർത്തിതവ്യം ഭവതാ കദഞ്ചന ക്ഷേത്രേ മദീയേ ത്വമധർമ്മബന്ധുഃ. വിവർത്തനം. ശ്രീലപ്രഭുപാദിക്ക് ജയ്. രാജാവ് ഇപ്രകാരം പറഞ്ഞു: നാം അർജുനന്റെ കീർത്തി പാരമ്പര്യമുള്ളവനാണ്. ആകയാൽ കൂപ്പുകൈകളോടെ നമ്മെ സ്വയം ശരണം പ്രാപിച്ച നീ ഇനി നിന്റെ ജീവനെ കുറിച്ചോർത്ത് ഭയപ്പെടേണ്ട. എന്നാൽ അധർമ്മ ബന്ധുവായ നീ എന്റെ രാജ്യത്ത് വസിക്കുവാൻ പാടുള്ളതല്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. Hari Bol. The king thus said, "We have inherited the fame of Arjuna. Therefore, since you have surrendered yourself with folded hands, you need not fear for your life. But you cannot remain in my kingdom, for you are the friend of your religion." അപ്പോൾ രാജാവ് പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, ആരോട്? കലി പുരുഷനോട് പറഞ്ഞു, "We have inherited the fame of Arjuna." അതായത് ആര്? ബി എന്ന് പറഞ്ഞാൽ പരീക്ഷിത് മഹാരാജാവും അവരുടെ പൂർവികരും എല്ലാം അർജുനന്റെ ആ ഫെയിം, യശസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പാരമ്പര്യത്തിൽ, അവരുടെ കുലത്തിൽ ജനിച്ചതാണ്, അവരുടെ കുലമഹിമ ഉള്ളതാണ്. നമ്മൾ പറയാറില്ലേ സാധാരണ കുലമഹിമ പറ്റിയിട്ട്, തറവാടിത്തം ഒക്കെ പറയാറില്ലേ? അതേപോലെ ആ തറവാടിത്തമുണ്ട്, ആ കുലമഹിമ പരീക്ഷിത് മഹാരാജാവുണ്ട്. അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് പാണ്ഡവന്മാരെന്നും അവരുടെ പൂർവികരെന്നും. അതുകൊണ്ട് എന്നെ ആശ്രയിച്ചത് കൊണ്ട്, വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്, കൂപ്പുകൈ കൊണ്ട്, തൻ്റെ ജീവനെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. ജീവൻ ഞാൻ സ്പെയർ ചെയ്യാം, രക്ഷിക്കാം, വധിക്കില്ല. പക്ഷെ എന്താണ് ഒരു പ്രശ്നം? ബട്ട് യു കനോട്ട് റിമെയിൻ ഇൻ മൈ കിങ്ഡം. എൻ്റെ രാജ്യത്ത് വസിക്കാൻ പറ്റില്ല. ഫോർ യു ആർ ദ ഫ്രണ്ട് ഓഫ് റിലീജിയൻ. അധർമ്മത്തിന്റെ കൂട്ടുകാരനാണ് ആരെ? കലി. എൻ്റെ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തറച്ച് പറയുന്നത്? ബട്ട് യു കനോട്ട് റിമെയിൻ ഇൻ മൈ കിങ്ഡം. കാരണം പരീക്ഷിത് മഹാരാജാവിൻ്റെ രാജ്യത്ത് എല്ലാം നല്ലപോലെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ റിലിജൻ ഇല്ല, അധർമ്മമില്ല. അതുകൊണ്ട് എൻ്റെ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല. ഓക്കെ എന്നാണ് പറയുന്നത്. എന്താണ് പർപ്പട്ടിൽ നോക്കാം. The personality of Kali, who is a friend of all kinds of irreligiosities, may be excused if he surrenders. But in all circumstances, he cannot be allowed to live as in any part of a welfare. വളരെ നന്നായിട്ട് രാജഭരണം കാഴ്ചവെക്കുന്ന ആ പരീക്ഷിത് മഹാരാജാവിന്റെ രാജ്യത്തെ പാർട്ട് ഓഫ് വെൽഫെയർ, അവിടെ കലിക്ക് യാതൊരു ചാൻസും ഇല്ല സ്റ്റേ ചെയ്യാൻ. കാരണം അവിടെ ഇറിലിജൻ ഇല്ല, ധർമ്മം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു സാഹചര്യത്തിലും അത് അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് പരീക്ഷിത് മഹാരാജ് പറയുന്നത്. The Pandavas were entrusted representatives of the personality of God and Lord Krishna, practically brought into being the battle of Kurukshetra, but not for any personal interest. പാണ്ഡവന്മാര് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഈ പാണ്ഡവന്മാർ മാത്രമല്ല, ശരിക്കുള്ള ക്ഷത്രിയ രാജാക്കന്മാർ മുഴുവനെ they are the representative of the supreme personality of God. അതാണ് ശരിക്കുള്ള രാജാവ്. എന്താണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ആ ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ് എല്ലാ രാജാക്കന്മാരും, ക്ഷത്രിയ രാജാക്കന്മാരും രാജ്യം ഭരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പൊ അതുകൊണ്ട് പാണ്ഡവന്മാർ തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ അവർ ധർമ്മിഷ്ഠരാണ്, ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു, ഭഗവാന്റെ എല്ലാ ഗൈഡൻസും ഉണ്ടായിരുന്നു. അപ്പൊ പാണ്ഡവന്മാരെ നമുക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. ഭഗവാന്റെ ഗൈഡൻസ് എപ്പോഴും കിട്ടിയത്
ഡയറക്റ്റ്ലി കിട്ടിയത് പാണ്ഡവന്മാർക്കാണ്. ബാക്കി ആർക്കും ഇതേപോലുള്ള ഒരു ഡയറക്റ്റ് ഗൈഡൻസ് കിട്ടിയിട്ടില്ല, അല്ലേ? പാണ്ഡവന്മാർ ഭയങ്കര ഭാഗ്യന്മാരാണ്. അപ്പൊ ആ കുലത്തിൽ ജനിച്ചതാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു രാജാവാണ് പരീക്ഷിത് മഹാരാജ്, അല്ലേ? അപ്പൊ അവര് യുദ്ധം ചെയ്തത് അവരുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല. ആദ്യം അർജുനന് ആ ഒരു വിചാരം ഉണ്ടായിരുന്നു, ഓക്കെ, ഞാൻ യുദ്ധം ചെയ്യുന്നത് എനിക്ക് രാജ്യം കെട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ ആൾക്കാരെ ഞാൻ കൊന്നിട്ട് എനിക്ക് രാജ്യം കെട്ടിയിട്ട് എന്താണ് കാര്യം? അവിടെ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു. എൻ്റെ ആൾക്കാരെ, ധർമ്മമല്ലായിരുന്നു വേണ്ടത്. തൻ്റെ ക്ഷത്രിയ ധർമ്മമായിരുന്നില്ല. അതായത് ഭഗവത്ഗീത കേൾക്കുന്നതിന് മുമ്പേ അർജുനന്റെ ആ ഒരു ഫോക്കസ്. അർജുൻ വിചാരിച്ച് ഞാൻ എൻ്റെ ഗാന്ധീവം, എൻ്റെ രാജ്യം, ഞാനാണ് ഇവരെല്ലാം പരിപാലിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഗുരുജനങ്ങളെ ഞാൻ വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്താ ഓൺ എ ബോഡ്ലി കൺസെപ്ഷൻ ആയിരുന്നത്, അല്ലെ? അതൊന്നും ഉയർത്തിക്കൊണ്ടുന്നത് നീതിശാസ്ത്രത്തിലും അർത്ഥശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും എല്ലാത്തിന്റെ മീതെ ഭഗവാൻ അർജുനെ ഉയർത്തിക്കൊണ്ടുവന്നു. ആത്മാവിന്റെ തലത്തിൽ ചിന്തിക്കാനുള്ള ആ ഒരു അവസരം ഭഗവാന്റെ ഭഗവത്ഗീത ദർശനത്തിലൂടെ നടത്തി ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്, they did not take part in the war for personal interest. തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല യുദ്ധം. ആദ്യം അങ്ങനെയായിരുന്നു വിചാരം, പക്ഷെ ഭഗവത്ഗീത കേട്ട ശേഷം അത് മാറി. അപ്പോ യുദ്ധം ചെയ്തത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, തൻ്റെ സ്വന്തം ഇന്ദ്രിയ താല്പര്യത്തിനായിരുന്നില്ല. So he wanted an ideal king like Maharaja Yudhishthira and his descendants like Maharaja Parikshit to rule the world. And therefore, a responsible king like Maharaja Parikshit could not allow the friend of irreligiosity to flourish in his kingdom at the cost of the good fame of the Pandavas. അങ്ങനെ അഥവാ പരീക്ഷിത് മഹാരാജാവ് ഈ കലി പുരുഷനെ അവിടെ ആശ്രയം കൊടുക്കുക, തൻ്റെ രാജ്യത്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ അത് ആർക്കായിരിക്കും, ആരുടെ പേര് ദൂഷ്യമായിരിക്കും? തൻ്റെ കുലമഹിമ നശിക്കും അവിടെ, അല്ലേ? തൻ്റെ ഡൈനാസ്റ്റിയുടെ പേരും പ്രശസ്തി എല്ലാം കളഞ്ഞു കുളിക്കും. അതുകൊണ്ട് ഒരിക്കലും പരീക്ഷ മഹാരാജ് ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ വധിക്കുന്നില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം, അതേസമയം എനിക്ക് എൻ്റെ രാജ്യത്തെ അങ്ങേ നിർത്താൻ പറ്റില്ല. കാരണം യു ആർ എ ഫ്രണ്ട് ഓഫ് ഇറിലിജിയൻ, അധർമ്മത്തിന്റെ ഫ്രണ്ടാണ്. ഇവിടെ ധർമ്മം മാത്രം നടക്കുന്നുള്ളൂ എൻ്റെ രാജ്യത്ത്. So Maharaja Parikshit could not allow the friend of irreligiosity to flourish in his kingdom at the cost of good fame of Pandav. പാണ്ഡവന്മാരുടെ ആ കീർത്തി, യശസ്സിനെ കോട്ടം തട്ടുന്ന വിധത്തിൽ ഒരു കാര്യവും മഹാരാജ പരീക്ഷിത് ചെയ്യില്ല. That is the way of wiping out corruption in the state and not otherwise. So corruption, നമ്മളുടെ ഇന്നത്തെ കാലത്ത് അതില്ലാത്ത സ്ഥലമില്ല. എവിടെ പോയാലും നമ്മളുടെ കാര്യം സാധിക്കും. നമുക്ക് ആവശ്യം നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ അതിനൊരു ഭാഗമാക്കാൻ ആവുന്നില്ല കറപ്ഷനും കൈക്കൂലിയും. പക്ഷേ നിർബന്ധിതമായി നമ്മൾ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കാര്യം നടക്കുന്നെങ്കിൽ ഔട്ട് ഓഫ് വേ പോവന്നെ വേണം. അതാണ് ഇന്നത്തെ കാലം. അപ്പോൾ പക്ഷേ ഈ രാജാക്കന്മാരുടെ, ശരിക്കുള്ള ക്ഷത്രിയന്മാരുടെ രാജാക്കന്മാരുടെ സമയത്ത് ഇതൊന്നും നടക്കില്ല. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലെ കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ, അധർമ്മത്തെ ഇല്ലാതാക്കണമെങ്കിൽ ഇതേപോലുള്ള രാജാക്കന്മാരുടെ പ്രസൻസ് അത്യാവശ്യമാണ്. സോ ദാറ്റ് ഇസ് എ വേ ഓഫ് വൈപ്പിംഗ് ഔട്ട് കറപ്ഷൻ ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് നോട്ട് അതർവൈസ്. സ്ട്രിക്റ്റ് ആയിരിക്കണം, വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും മാത്രം, അപ്പോഴേ കുറ്റകൃത്യങ്ങളെല്ലാം കുറയുള്ളൂ. ചില രാജ്യങ്ങൾ അങ്ങനെ കിങ്ഡം ഉള്ള, ഇപ്പോഴും പല രാജ്യങ്ങളും ചില രാജ്യങ്ങളൊക്കെ കിങ്ഡം ഉണ്ട്, അവിടെ രാജഭരണമാണ്. അവിടെയൊക്കെ കുറ്റകൃത്യങ്ങൾ വളരെ കുറയും. കാരണം പേടിയുണ്ട്, അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ട്, ശിക്ഷ. എവിടെ ഡെമോക്രസി ഉണ്ടോ അവിടെ വളരെ ലൂസ് ആയിരിക്കും. പ്രഭുപാദ പറയുന്ന ഡെമോക്രസിയിലെ ഡെമോക്രസിയാണ്. അപ്പൊ അവിടെ എപ്പോഴും എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഈ കറപ്ഷനും ആയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇറിലീജിയസ് ആയിട്ടുള്ള, അധാർമികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും, സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട്.
എല്ലാവർക്കും കൂടുതൽ സ്വാതന്ത്ര്യം എത്ര കൂടുന്നു അത്രയും ഭരണം വഷളാവും. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആണെങ്കിൽ ഒരാളും ആധർമ്മികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല. സോ ദ ഫ്രണ്ട്സ് ഓഫ് ഇറിലിജിയസിറ്റി ഷുഡ് ബി ബാനിഷ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് ദാറ്റ് വിൽ സേവ് ദ സ്റ്റേറ്റ് ഫ്രം കറപ്ഷൻ. അപ്പോൾ അധർമ്മം കാണിക്കുന്ന ആരുണ്ടോ അവരെ ബാൻ ചെയ്യണം രാജ്യത്ത് നിന്ന്. എന്നാൽ മാത്രമേ നമ്മൾ കറപ്ഷനിൽ നിന്ന് മോചിപ്പിക്കപ്പെടൂ എന്നാണ് പറയുന്നത്. 32. ത്വാം വർത്തമാനം നരദേവദേഹിഷു അനുപ്രവൃത്തോയം അധർമ്മപൂഗാ ലോഭോ നൃതം ചൗര്യമനാര്യമംഹോ ജ്യേഷ്ഠാ ച മായാ കലഹശ്ച ദംഭഃ. ത്വാം വർത്തമാനം നരദേവദേഹിഷു അനുപ്രവൃത്തോയം അധർമ്മപൂഗാ ലോഭോ നൃതം ചൗര്യമനാര്യമംഹോ ജ്യേഷ്ഠാ ച മായാ കലഹശ്ച ദംഭഃ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഒന്ന് വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ത്വാം വർത്തമാനം നരദേവദേഹേഷ്വനുപ്രവൃത്തോയമധർമ്മപൂഗഃ ലോഭോ നൃതം ചൗരമനൂര്യമംഹഃ ജ്യേഷ്ഠാ ച മായാ കലഹശ്ച ദംഭഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. കലിസത്വത്തെ, അധർമ്മത്തെ നരദേവനായി അഥവാ രാജാവായി വാഴാൻ അനുവദിക്കുന്ന പക്ഷം അത്യാർത്തി, വഞ്ചകത്വം, അസത്യഭാഷണം, കൊള്ള, കവർച്ച, ധിക്കാരം, രാജ്യദ്രോഹം, നിർഭാഗ്യം, കലഹം, അഭിമാനഗർവം മുതലായ അധാർമിക തത്വങ്ങൾ നിശ്ചയമായും വർദ്ധമാനമാകും. ഹരേ കൃഷ്ണ. Very good. If the personality of Kali, a religion is allowed to act as a man god or an executive head, certainly religious principles like greed, falsehood, robbery, inequality, treachery, misfortune, cheating, quarrel, and vanity will abound. അപ്പോൾ പേഴ്സണാലിറ്റി ഓഫ് കലി, അധർമ്മം ഇവിടെ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തും അധർമ്മത്തിന് നമ്മൾ കൂട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ സംഭവിക്കും. ഏതൊക്കെയാണ്? ഗ്രീഡ്, falsehood, robbery, incivility, treachery, misfortune, cheating, quarrel, and vanity will abound. ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ ഒരിക്കലും ഒരു വിധത്തിലും അങ്ങനെ കറപ്ഷനോ അങ്ങനെ ഇറിലീജിയസ് ആക്ടിവിറ്റീസോ ഒരു രാജ്യത്ത് നടക്കാൻ സമ്മതിക്കാൻ പാടില്ല. ഇവിടെ അതിനെല്ലാം ലൈസൻസ് കൊടുക്കും. ഇന്നത്തെ കാലത്ത് അധാർമികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിത്ത് ലൈസൻസ് നടക്കുന്നുണ്ട്. അതിന് പെർമിഷൻ കൊടുക്കും. എല്ലാവർക്കും അറിയാം അധർമ്മമാണ്, പക്ഷെ അതിന് ലൈസൻസ് കൊടുക്കും. അധർമ്മം ചെയ്യാൻ ലൈസൻസ് എടുക്കണം മാത്രമേ ഉള്ളൂ. അങ്ങനെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കിയാലും കൂടുതൽ കാര്യങ്ങളും അധർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അതിനെല്ലാം ആര് കൂട്ടുനിൽക്കുന്നു? ഗവൺമെന്റ്, ലീഡേഴ്സ്. എന്തുകൊണ്ടാണ് ലീഡേഴ്സ് കൂട്ടുനിൽക്കുന്നത്? ഒന്നാമത് ലീഡേഴ്സിന് വിവരമില്ല, എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് അറിയില്ല. അതിനെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരും ഇല്ല. അപ്പോൾ ബ്രാഹ്മണന്മാരുടെ ജോലി ചെയ്യുന്നില്ല. ക്ഷത്രിയന്മാര് അല്ല ഭരിക്കുന്നത്. ബ്രാഹ്മണന്മാരും ശൂദ്ര ലെവലിലേക്ക് വന്നു, ക്ഷത്രിയന്മാരും ശൂദ്ര ലെവലിലാണ്, വൈശ്യന്മാരും ശൂദ്ര ലെവലിലാണ്, ശൂദ്രന്മാരും ശൂദ്രവാണ്. അപ്പൊ ഇവിടെ ആ വർണ്ണം ശരിക്കും ആക്റ്റീവ് അല്ല. അതായത് വർണ്ണാശ്രമ ധർമ്മം ശരിക്കും ആക്റ്റീവ് അല്ല. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, എല്ലാവരും ശൂദ്ര ക്ലാസ്സിന്, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരവരുടെ ധർമ്മം ആരും ശരിക്കും പരിപാലിക്കുന്നില്ല. ബ്രാഹ്മണൻ എന്താണ്? ടീച്ചിങ് പ്രൊഫഷനാണ്. അവര് മറ്റുള്ളവരെ ഗൈഡിൻ്റെ ആൾക്കാരാണ്, അതവർ ചെയ്യുന്നില്ല. ക്ഷത്രിയന്മാര് അവർ അഡ്മിനിസ്ട്രേറ്റീവ് റൂളിംഗ് ക്ലാസ് ആണ്, അവരും പണി ചെയ്യുന്നില്ല. അവരും ശൂദ്ര ക്ലാസ് ആണ്. കാരണം വെച്ചാൽ അവരും ശമ്പളം പറ്റുന്നതാണ്. അതുപോലെ വൈശ്യര് ഗോരക്ഷ, കൃഷി, വാണിജ്യം, ഇതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരും. ശൂദ്രന്മാര് എല്ലാവരും ശൂദ്രന്മാര്. അപ്പൊ അതുകൊണ്ട്
ഈ നാട്ടിൽ നടക്കുന്നത് മുഴുവൻ എന്താണ്? എല്ലാം ധർമ്മത്തിന് വിരോധമായിട്ടുള്ളതാണ്. ധർമ്മത്തിന് വിരോധമായിട്ടുള്ള അതാണ് ഇവിടെ പറയുന്നത്. പ്രഭുപാദ പർപ്പോട്ടിൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റിലിജിയൻ നെയിംലി ഓസ്റ്ററിറ്റി, ക്ലെൻലിനെസ്, മേഴ്സി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. ഈ 4 പ്രിൻസിപ്പിൾസ്, മെയിൻ പ്രിൻസിപ്പിൾസ്. സത്യം, തപ, ശൗചം ആൻഡ് ദയ. ഈ 4 ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് മേ ബി ഫോളോഡ് ബൈ ദ ഫോളോവർ ഓഫ് എനി ഫെയ്ത്ത്. ആർക്കും ഇത് ഫോളോ ചെയ്യാം. ഇതിപ്പോ ഇന്ന മതത്തിൽ അതായത് സനാതന മതം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഇത് ജനറൽ ഒരു ഗൈഡൻസ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ് ആൻഡ് റിലിജൻ. ഓക്കെ, ഏത് കാസ്റ്റാണ്, ഏത് നിറമുള്ള ആൾക്കാരാണ്, അത് ഇന്ത്യയിൽ ജനിച്ചതാണോ പാശ്ചാത്യ ദേശത്ത് ജനിച്ചതാണോ, ഏത് സെക്റ്റാണ്, ഒന്നും നോക്കേണ്ട ആവശ്യം. ഇതെല്ലാവർക്കും ജനറിക് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ. സത്യം, തപസ്, ശൗചം, ദയ, ഇതെല്ലാവർക്കും വേണം. മനുഷ്യനാണെങ്കിൽ അവർക്കത് വേണം. അല്ല മനുഷ്യ ജാതി അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് ഏത് രാജ്യത്തുള്ള ആൾക്കാരും ശരി ഈ 4 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തേ പറ്റും. അതാണ് ഇവിടെ പ്രത്യേകിച്ച് മേ ബി ഫോളോഡ് ബൈ ദ ഫോളോവർ എനി ഫെയ്ത്ത്. ഏത് വിശ്വാസം ആയിക്കോട്ടെ. ഇനി വിശ്വാസം ഇല്ലാത്ത ആൾക്കാരായിരുന്നു, അതും ഒരു ഫെയ്ത്ത്, ഒരു ടൈപ്പ് ഫെയ്ത്ത് ആണല്ലോ. വിശ്വാസം ഇല്ലാത്തതും ഒരു ഫെയ്ത്ത് ആണ്. There is no need to turn from Hindu to Mohammedan or to Christian or some other faith and thus become a renegade and not follow the principle. അപ്പൊ അതിന് ഒരു ക്രൈറ്റീരിയ ഇല്ല. ഞാൻ മുഹമ്മദനായാലേ പറ്റുള്ളൂ, ക്രിസ്ത്യനായേ പറ്റുള്ളൂ, ഹിന്ദു ആയാലേ പറ്റുള്ളൂ, ഒന്നുമില്ല. എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാം. ഇത് സൊസൈറ്റി അത്യാവശ്യമാണ്. ഈ ക്വാളിറ്റീസ് ഏതൊരു മനുഷ്യനും, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഈ മോറൽ principles അത്യാവശ്യമാണ്. The Bhagavatam religion urges following the principles of religion. The principles of religion are not the dogmas or regulatory principles of a certain faith. ഇതൊരു പ്രത്യേക ഫെയ്ത്തിന് മാത്രം പറഞ്ഞു തിരിക്കുന്നില്ല. ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പ്രിൻസിപ്പിൾസ്, ഈ ആദർശങ്ങൾ മനുഷ്യനായാൽ എല്ലാവർക്കും വശമാണ് അല്ലെ. ദയ, മറ്റുള്ള ജീവജാലങ്ങളുടെ ദയ, സ്വന്തം ആൾക്കാരുടെ ദയ, മറ്റുള്ള ജീവജാലങ്ങളുടെ ദയ അല്ലേ. സത്യമാണ് നമ്മളുടെ ഇതിന്റെ ഫൗണ്ടേഷൻ. സത്യം പറയാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ വാ തുറന്ന എന്താ പറയുക, നുണ. അങ്ങനെ ആയിപ്പോയി. ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമൂഹം അങ്ങനെ ആയിപ്പോയി. അതുപോലെ ക്ലെൻലിനെസ് അടുത്തുകൂടെ പോയിട്ടില്ല അല്ലേ. പിന്നെ സത്യം. അപ്പൊ ഇതെല്ലാം ഏത് മതത്തിൽപ്പെട്ട, ഏത് വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരെ, വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ ബേസിക് ആയിട്ടുള്ള ആദർശങ്ങൾ ഫോളോ ചെയ്തു. The principles of religion are not the dogmas or regulatory principles of certain faith. Such regulatory principles may be different in terms of time and place concerned. Okay. Principle will remain same. Details may vary from time to time. Okay. Depending upon place, time and circumstances. Yuga and all. ഒരിക്കലും ആ പ്രിൻസിപ്പിൾ ചെയ്യുന്നില്ല, ചേഞ്ച് ആവില്ല. എന്താണ് പറയുന്നത്, മേ ബി ഡിഫറെന്റ്. ദ റെഗുലേറ്ററി പ്രിൻസിപ്പിൾ അത് ഫോളോ ചെയ്യുന്ന ആ ചില ഡീറ്റെയിൽസ് മേ ബി ഡിഫറെന്റ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് പ്ലേസ് കൺസേൺ. സമയം, ദേശം അനുസരിച്ച് ചില മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ വ്യത്യാസമുണ്ടാവും. One has to see whether the aims of religion have been achieved. Sticking to the dogmas and formulas without attaining the real principles is not good. Okay. അപ്പൊ നമ്മുടെ ആദർശങ്ങളെ അതിനെ വീഴ്ച വരാൻ പാടില്ല. നമ്മളുടെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് ആദർശങ്ങൾ നമ്മൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം. അല്ലാണ്ട് നമ്മളുടെ പേഴ്സണൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് അതിനെ വളച്ചൊടിക്കാൻ പാടില്ല. Secular state may be impartial to any particular type of faith, but the state cannot be indifferent to the principles of religion as above mentioned. അവര് വ്യത്യസ്തമായിട്ടുള്ള ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഇമ്പാർഷ്യലായിട്ട് അവരെ നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് റിലിജനിൽ ഇത് കോമൺ ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ്
വിച്ച് കാസ്റ്റ്, ഏത് കാസ്റ്റാണ്, ഏത് ക്രീഡാണ്, ഏത് സെക്റ്റാണ് എന്ന് നോക്കിയിട്ടല്ല. ഇത് ജനറൽ ആണ്, എല്ലാവർക്കും ബാധകമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അതുകൊണ്ട് ഇതിലെ വ്യത്യാസം നമ്മൾ ഇന്ന ആൾക്ക്, ഇന്ന മതം ഫോളോ ചെയ്യുന്ന ആൾക്ക് ഈ മേഴ്സി ആവശ്യമില്ല, ഇന്ന മതം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രൂത്ത് ആവശ്യമില്ല. ദിസ് ഈസ് കോമൺ ഫോർ എവറിബഡി. എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു റിലീജിയസ് പ്രിൻസിപ്പിൾസ് ആണ് ഇതെല്ലാം. നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് മേ ഡിഫർ അക്കോർഡിംഗ് ടു ടൈം ആൻഡ് പ്ലേസ്. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും അടിസ്ഥാനത്തിൽ ചില ഡീറ്റെയിൽസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ ദ മെയിൻ പ്രിൻസിപ്പിൾ റിമെയിൻസ് ഫോർ എവറിബഡി സെയിം, വ്യത്യാസം ഇല്ല. But in the age of Kali, the executive heads of state will be indifferent to such religious principles, and therefore, under their patronage, the opponents of religious principles such as greed, falsehood, cheating, and pilfery will naturally follow. And so there will be no meaning to propaganda trying to stop corruption. പക്ഷെ കലിയുഗത്തിൽ എന്താണ്, എക്സിക്യൂട്ടീവ് ഹെഡ്സ്, ലീഡേഴ്സ്, മിനിസ്റ്റേഴ്സ് അവർ ഇൻഡിഫറൻ്റ് ആയിരിക്കും. എന്ത് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ. ഇൻഡിഫറെന്റ് ടു സച്ച് റിലീജിയസ് പ്രിൻസിപ്പിൾസ്, ഇൻഡിഫറെന്റ്, യാതൊരു വ്യത്യാസം അവർക്കില്ല. അവരത് സ്ട്രിക്റ്റ് ആയിട്ട് പ്രാബല്യത്തിൽ കൊണ്ടില്ല. അതുകൊണ്ടാണ് എന്താണ് therefore under their patronage, അവരുടെ ആ രാജഭരണത്തിന്റെ കീഴിൽ the opponents of religious principles, ധർമ്മവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, ഗ്രീഡ്, ലൗല്യം, അത്യാഗ്രഹം, ഫാൾസ്ഹുഡ്, എല്ലാ വഞ്ചനയും ചതിയും എല്ലാം, പെൽഫറി, ഇങ്ങനത്തെയുള്ള എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള, ചെയ്യാൻ പാടില്ലാത്ത ധർമ്മവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ഒരു സ്ഥലത്തുണ്ടാവും. വിൽ നാച്ചുറലി ഫോളോ ആൻഡ് സോ ദർ ബി നോ മീനിങ് ടു പ്രൊപ്പഗൻഡ. അതുകൊണ്ട് നമ്മുടെ ഇവിടെ കറപ്ഷനാണ്, അവിടെ കറപ്ഷനാണ്, അവിടെ ചതിയാണ്, ഇവിടെ വഞ്ചനയാണ്, അങ്ങനെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. നമ്മളല്ല അതിന്റെ ഇൻഡയറക്ട്ലി നമ്മളല്ല കാരണം. നമ്മൾ അങ്ങനത്തെ ഒരു ലീഡറെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഒന്നാമത് നല്ല ലീഡേഴ്സും ഇല്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ. അപ്പൊ നല്ല ലീഡേഴ്സും ഇന്നത്തെ കാലത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വി ആർ ബൗണ്ട് ടു സഫർ ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് കലി. ഈ ഭൗതിക ലോകത്തില്, കലിയുഗത്തില് നമ്മള് ഈ ക്ലേശങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കേണ്ടവരാകുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. കാണിച്ചാൽ രാജാവ് എങ്ങനെയാണ്, അതേപോലെ പ്രജകള്. രാജാവും കറപ്റ്റാണ്, അതേപോലെ പ്രജകളും കറപ്റ്റ് ആവുന്നു. പക്ഷെ നമ്മളെ എന്താണ് കഴിയുന്നതും ഭക്തന്മാരെ ഈ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്ത് നമ്മുടെ നല്ല ആദർശങ്ങളെല്ലാം അത് നമ്മൾ പ്രാക്ടീസ് ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും സമാധാനം ഉണ്ടായിരിക്കും. ഈ കലിയുഗത്തിലാണെങ്കിലും കൂടി ഭഗവാന്റെ മേഴ്സി, ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാവും. അതുകൊണ്ട് ഇതെന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള ഒരു കരുത്തും, ഇതിനെല്ലാം എന്തെങ്കിലും റിവേഴ്സൽസ് വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള ആ ഒരു ശക്തിയുമെല്ലാം ഭഗവാൻ തരും. അത്രേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്ന യുഗം അത്ര നല്ലതല്ലെങ്കിലും പരീക്ഷിത് മഹാരാജാവിനോട് സുഖദേവ് ഗോസ്വാമി പറയുന്ന പോലെ കലർദോഷ നിധേ രാജൻ അസ്തി യോഗോ മഹാൻ ഗുണാൻ കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരം വിജയ. ഈ കലിയുഗത്തിൽ ഒരുപാട് ഫോൾസ് ഉണ്ട്, ഒരുപാട് ഫ്ലോസ് ഉണ്ട്, ഒരുപാട് കുറവും പോരായ്മയും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. ഇതെന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണ്? കീർത്തനാദ് ഏവ കൃഷ്ണസ്യ, ഭഗവാൻ കൃഷ്ണന്റെ നാമം ചൊല്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 മുക്തസംഘ പരമ്പരജി. അപ്പൊ അങ്ങനെ ഈ ഭൗതിക ലോകത്തു നിന്ന് നമുക്ക് പരന്താമിലേക്ക് പോകാനുള്ള കലിയുഗത്തിലെ ഏറ്റവും സരളമായിട്ടുള്ള ഒരു വഴിയാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവും പ്രഭുപാദയും എല്ലാ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് നമ്മള് മുറുക്കി പിടിച്ച് ചൈതന്യ മഹാപ്രഭുവിന്റെയും ചിലപ്രഭുപാദയും ഗോസ്വാമിമാരുടെ അനുഗ്രഹത്താൽ നമുക്ക് ഈ കലിയുഗത്തിലും ആ ധാമിലേക്ക് പോകാനുള്ള അവസരം കിട്ടും എന്നാണ് പറയുന്നത്.
So Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama. Vancha kalpatarubhesya kripa sindhubhya vacha patitanam pavanebhyo Vaishnavebhyo namo. Ananda Kodi Vaishnav ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai, entire Go Premanandi. Hare Hare Bol. Hare Krishna. So, 1 second. हरे कृष्ण प्रभु जी, प्रणाम प्रभु जी। Hare Krishna.